I am now happy to announce that there will be no income tax payable up to income of 12 lakh rupees. അങ്ങനെ പുതിയ ബഡ്ജറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. പുതിയ ബഡ്ജറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ എല്ലാവരും തന്നെ അതിൻ്റെ പുറകെ ഡീകോഡ് ചെയ്യാറുണ്ട്. എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടംപോലെ പേരുണ്ട്. പക്ഷേ നമ്മളെ പോലത്തെ എന്നെയും നിങ്ങളെയും പോലത്തെ സാധാരണപ്പെട്ട ടാക്സ് പേയേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ബഡ്ജറ്റ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഒന്ന് ഇച്ചിരി സിമ്പിളായിട്ട് നോക്കിയാലും. അതുപോലെ തന്നെ കുറച്ചധികം കാര്യങ്ങളുണ്ട് ഈ ബഡ്ജറ്റിനകത്ത്. നമുക്ക് നെക്സ്റ്റ് സേവ് ചെയ്യാനായിട്ട് ഓപ്ഷൻസ് അല്ലെങ്കിൽ ബഡ്ജറ്റിൽ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് നമുക്ക് തന്നിട്ടുള്ളത് എന്നൊരു ചെറിയ ബ്രീഫ് കൂടി നോക്കാം. അപ്പോൾ ആദ്യമേ തന്നെ ദി ബിഗ് ന്യൂസ് ആയിട്ടുള്ള ഇൻകം ടാക്സ്, അതായത് 12 ലക്ഷം രൂപ വരെ ഉള്ള ഇൻകം ടാക്സ് 0 ആണ് എന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാം. ഇത് പറഞ്ഞപ്പോൾ തന്നെ, ഈ ബഡ്ജറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള പലരും തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ബഡ്ജറ്റ് 12 ലക്ഷം രൂപ വരെ നമുക്ക് ടാക്സ് ഇല്ല, അപ്പോൾ ടാക്സ് അടയ്ക്കണ്ടല്ലോ എന്ന്. അങ്ങനെയല്ല. ഇത് കോമൺലി നമ്മൾ ഇത്രയും കാലം ചെയ്തിരുന്ന സെയിം പ്രാക്ടീസാണ്. നമുക്ക് TDS കട്ട് ചെയ്യും, നമ്മുടെ സാലറിയിൽ നിന്നും TDS കട്ട് ചെയ്യും. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദി ഇയർ ITR ഫയൽ ചെയ്യുമ്പോൾ 12,75,000 75,000 എക്സെപ്റ്റും കൂടി ചേർത്ത് കഴിഞ്ഞാൽ 12,75,000 രൂപ നിങ്ങളുടെ ആനുവൽ ഇൻകം ആണ് എന്നുണ്ടെങ്കിൽ ഈ കട്ട് ചെയ്ത എൻറ്റയർ എമൗണ്ട് റിബേറ്റ് ആയിട്ട് തിരിച്ചു കിട്ടും. അങ്ങനെയാണ് ഇത് 0 ടാക്സ് ആയി മാറുന്നത്. അതേപോലെ തന്നെ സ്ലാബുകളിൽ എല്ലാത്തിനകത്തും ഒരു ചെറിയ ചേഞ്ച് വരുന്നുണ്ട്. ന്യൂ റെജീം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓൾഡ് റെജീം എന്നതിനെ ഇവർ തൊട്ടിട്ടില്ല. ബേസിക്കലി ദ ഐഡിയ ഓഫ് ബ്രിങ്ങിങ് ദ ന്യൂ റെജീം ഓർ അപ്ഡേറ്റിംഗ് ദ ന്യൂ റെജീം എന്ന് പറയുന്നത് തന്നെ ഓൾഡ് റെജീമിനെ കംപ്ലീറ്റ്ലി കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ആയിട്ടാണ് എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളത്. പുതിയ ടാക്സ് സ്ലാബ്സ് അനുസരിച്ചിട്ട്, അതായത് ന്യൂ റെജീം ഇപ്പോൾ പറയുമ്പോൾ ആകെ ഒരു കൺഫ്യൂഷൻ. ന്യൂ റെജീം കഴിഞ്ഞ വർഷം വരെ ഉള്ളതും ഇപ്പോൾ പുതിയതായിട്ടുള്ള അപ്ഡേറ്റഡ് ന്യൂ റെജീമും തമ്മിൽ ഒരു കമ്പാരിസൺ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ 3 ലക്ഷം രൂപ വരെയായിരുന്നു ടാക്സ് സ്ലാബ്സ് ആണ് സംസാരിക്കുന്നത്. 3 ലക്ഷം രൂപ വരെയായിരുന്നു അതിനകത്ത് നിൽ, അതായത് ടാക്സ് ഇല്ല എന്ന് പറയുന്ന സെറ്റപ്പ്. അതിനുശേഷം 5% till 7 lakh, 10% till 10 lakh, 15% till 12 lakh, അങ്ങനെയായിരുന്നു. അതായത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത് 15 lakhs ആൻഡ് അബോവ് ആണെങ്കിൽ 30% ടാക്സ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ കൊണ്ടുവരിക്കുന്ന പുതിയ ബഡ്ജറ്റ് അനുസരിച്ചിട്ടാണ് എങ്കിൽ 4 lakh വരെ ഉള്ളതിന് ടാക്സേഷൻ ഇല്ല. 4 to 8 lakhs 5% വരുന്നത്. പിന്നെ 10%, 15%, 20% വരെ. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക്, അതായത് നേരത്തെ ബഡ്ജറ്റ് അനുസരിച്ച് അബവ് 15 lakh 30% ചെയ്ത സ്ഥലത്ത് ഇപ്പോൾ 12 to 16 lakh ആണ് എങ്കിൽ 15%, 16 to 20 lakh ആണ് എങ്കിൽ 20%, 20 to 24 lakh ആണ് എങ്കിൽ 25%, only about 24 lakh 30% സ്ലാബ് വരുന്നത്. ഇത് ആക്ച്വലി ഒരു വലിയ ചേഞ്ച് തന്നെയാണ്. ഇത് പറയുമ്പോൾ തന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, അപ്പോൾ ഈ പറഞ്ഞ ബഡ്ജറ്റ് നമുക്കെല്ലാം ഗുണമാണ് എന്നാണോ പറയുന്നത്? പല ഭാഗങ്ങളിലും പല ആൾക്കാർ പറഞ്ഞു. ചിലർ പറയുന്നുണ്ട് ഈ ബഡ്ജറ്റ് ഒരു ഗിമിക്കാണെന്നും, ചിലർ പറയുന്നുണ്ട് ഈ ബഡ്ജറ്റ് വളരെ നല്ലതാണെന്നും. അങ്ങനെ പല ഒപ്പീനിയൻസ് ഉണ്ട്. പക്ഷേ എൻ്റെ ഓണസ്റ്റ് ഒപ്പീനിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യു ആസ് എ ടാക്സ് പെയർ. നിങ്ങൾ എന്ത് തരത്തിലൊരു ടാക്സ് പെയർ ആണ് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഈ പറയുന്നൊരു കോൺസെപ്റ്റ്. അതായത് ഇപ്പോൾ ഓൾഡ് റെജീം ഓപ്റ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചോളം അവർ കൂടുതലായിട്ട് ഡിഡക്ഷൻസും എക്സെപ്ഷൻസും യൂസ് ചെയ്യുന്ന ആൾക്കാരായി. ഒരു വെൽ ടാക്സ് പ്ലാൻഡ് ആയിട്ടുള്ള ഒരാൾക്കളെ സംബന്ധിച്ചോളം ഓൾഡ് റെജീം വാസ് വെരി ഗുഡ്. കാരണം പല രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ എല്ലാ ഡിഡക്ഷൻസും യൂട്ടിലൈസ് ചെയ്യുന്ന ആളുകളായിരുന്നു എങ്കിൽ പഴയ റെജീം, ഓൾഡ് റെജീം എന്ന് പറയുന്നത്, ഞാൻ പറയുന്നത് ലാസ്റ്റ് ഇയറിലെ ന്യൂ റെജീമിനെ കുറിച്ചല്ല, ദി വെരി ഓൾഡ് റെജീമിൻ്റെ അകത്ത് നമുക്ക് 12 ലക്ഷം രൂപ വരെയുള്ള എന്തും നിൽ ടാക്സ് ആയിട്ട്, അതായത് 0 ടാക്സ് ആയിട്ട് നമുക്ക് കാണിക്കാൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രത്തോളം ഡിഡക്ഷൻസിനെ കുറിച്ച് അറിയുകയും അതെല്ലാം അവീൽ ചെയ്യാൻ പറ്റുകയും ചെയ്യണം. ഇത് ചെയ്യുന്ന ഒരാൾ, ഇതുപോലെ ടാക്സ് പ്ലാൻ ചെയ്യുന്ന ഒരാൾക്കാണെങ്കിൽ ഓൾഡ് റെജീം വാസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാരണം അത് ഇറ്റ് ഹെൽപ്സ് വിത്ത് യുവർ സേവിങ് ഹാബിറ്റ്, അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി കൊണ്ടുവരും. ഓൾദോ ഇറ്റ് ഈസ് ഫോഴ്സ്ഡ്. അതായത് ഒരു 12 ലക്ഷം രൂപ വരെ ആനുവൽ ഇൻകം ഉള്ള ഒരാളെ സംബന്ധിച്ചാണെങ്കിൽ ഓൾഡ് റെജീം വരുമ്പോഴത്തേക്ക് ദേ ഫീൽ ലൈക്ക് ദേ ആർ ബീങ് ഫോഴ്സ്ഡ്. കാരണം ATC അടയ്ക്കണം, ELSS പോലത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ടാക്സ് സേവിങ് ഫണ്ടുകൾ, അങ്ങനത്തെ ATC അടയ്ക്കാൻ ഫോഴ്സ്ഡ് ആണ് ടാക്സ് കുറയ്ക്കണമെങ്കിൽ. നേരെ മറിച്ച് ന്യൂ റെജീം വന്നപ്പോഴത്തേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഫോഴ്സ് ചെയ്യുന്നത്, നിങ്ങളൊന്നും ക്ലെയിം ചെയ്യേണ്ട, ഒന്നും ഡിഡക്ഷൻസ് ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനകത്ത് ഒരു സാധനങ്ങളിനകത്ത് നമ്മൾ അഡീഷണൽ ചെയ്യേണ്ട. പക്ഷേ എങ്കിൽ അവിടുത്തെ പ്രോബ്ലം രണ്ടാണ്. ഒന്നാമത്തെ കാര്യം, ബേസിക്കലി ഈ പുതിയ ബഡ്ജറ്റും ശ്രമിക്കുന്ന കാര്യം നമ്മുടെ കൺസെപ്ഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതലായി കൺസെപ്ഷൻ കൂട്ടുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും എല്ലാ സെക്ടറിനെ അതൊരു ബൂം കൊടുക്കും. 2, GST ഇനത്തിൽ നമ്മുടെ ഗവൺമെൻറ്റിന് കുറച്ചധികം എക്സ്പെൻസീവ് പൈസകൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സേവിങ് മെൻറ്റാലിറ്റി എന്ന സംഭവത്തെ കോൺസെപ്റ്റിനെ തന്നെ എടുത്ത് കളഞ്ഞു വെച്ചാൽ സ്പെൻഡ് മോർ എന്നൊരു കോൺസെപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ കയ്യിലോട് കൂടുതൽ പൈസ തരുന്നുണ്ട്, അത് നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ പലരും ചിന്തിക്കുക, എന്നാൽ പിന്നെ ആ പൈസ ഞാൻ സേവ് ചെയ്യാനായിട്ട് മ്യൂച്വൽ ഫണ്ട്സോ അല്ലെങ്കിൽ സ്റ്റോക്സോ എക്വിറ്റി അങ്ങനെ കിട്ടാൻ പോരെ എന്ന്. അവിടെ ചിന്തിക്കേണ്ട കാര്യം വെച്ചാൽ അതിൻ്റെ ടാക്സേഷൻ ഈസ് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ്. അപ്പം ഇതിൻ്റെ ഡീറ്റെയിലോട്ട് ഞാൻ വരാം. അതിന് മുന്നേ നമുക്ക് എങ്ങനെയാണ് ഈ ടാക്സ് കമ്പയർഡ് ടു ദി ന്യൂ ആൻഡ് ഓൾഡ് വെച്ചിട്ട് നമുക്കൊന്ന് നോക്കാം. ഞാൻ സിസ്റ്റം വെച്ചിട്ട് തന്നെ പറയാം. ബൈ ദ വേ, എൻ്റെ കയ്യിലിരിക്കുന്ന ഷീറ്റോ
കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എവിടെ പോയാലും കിട്ടാവുന്ന ഐറ്റംസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഇൻകം ടാക്സ് കാൽക്കുലേറ്റ് ഞാൻ ക്ലിയർ ടാക്സിൻ്റെ ആണ് എടുത്തേക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഓൾഡ് റെജീം വെർസസ് ന്യൂ റെജീം എന്നതിനെ നമുക്ക് നോക്കാം. അതിനുശേഷം ലാസ്റ്റ് ഇയറിലെ ന്യൂ റെജീമും ഈ വർഷം പറഞ്ഞിരിക്കുന്ന ന്യൂ റെജീമും തമ്മിൽ കമ്പാരിസൺ നോക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇവർ പറഞ്ഞേക്കുന്നത് തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ചേഞ്ച് അത് 12,75,000 എന്നതിനെ തന്നെ എടുക്കാം. സോ ആദ്യമേ തന്നെ നമുക്ക് ഫൈനാൻഷ്യൽ ഇയർ ലാസ്റ്റ് ഇയറിലേക്ക് മാറ്റാം. എന്നിട്ട് എക്സെപ്ഷൻസും കാര്യങ്ങളൊന്നും അവിടെ ജസ്റ്റ് ഇൻകം ആയിട്ടുള്ള 12,75,000 രൂപ കൊടുത്തിട്ടുണ്ട്. നോ അലവൻസ്, നോ എക്സെപ്ഷൻസ്, HRA കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കുന്നില്ല, ജസ്റ്റ് എമൗണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന കാര്യം ലാസ്റ്റ് ഇയർ വരെ ഉണ്ടായിരുന്ന ന്യൂ റെജീം അനുസരിച്ചിട്ടാണ് എങ്കിൽ 12,75,000 75,000 എക്സെപ്റ്റ് കഴിഞ്ഞ് വരുന്നതിനകത്ത് 83,200 ആയിരുന്നു ടാക്സ് എമൗണ്ട് പേ ചെയ്യേണ്ടത്. ഇത് ഓൾഡ് റെജീം ആയിരുന്നു എങ്കിൽ, നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന ഓൾഡ് റെജീമാണ്, ഡിഡക്ഷൻസ് ഒന്നും നിങ്ങൾ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടായിരുന്നെങ്കിൽ 1,87,200 രൂപ ആണ് നിങ്ങൾ അടയ്ക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതേ സെറ്റപ്പ് നമ്മൾ പുതിയ ഇപ്പം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ബഡ്ജറ്റിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഷീറ്റ് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഓൾറെഡി. എനിക്കത് സെറോദയുടെ 01 എന്ന് പറഞ്ഞ ചാനലിനകത്ത് അവർ ചെയ്തതിനകത്ത് എടുത്തിരിക്കുന്നതാണ്. ഇറ്റ്സ് എ വെരി ഗുഡ് കാൽക്കുലേറ്റർ. അപ്പം ഈ എമൗണ്ട് ആണ് ഒരു 12,75,000 രൂപ രണ്ടിടത്ത് വിട്ടിട്ടുണ്ട്. പഴയ അതായത് ലാസ്റ്റ് ഇയർ വരെയുള്ള റെജീം അനുസരിച്ച് ടാക്സ് സ്ലാബ് അനുസരിച്ചിട്ടാണെങ്കിൽ 83,200 രൂപയാണ്. പക്ഷേ പുതിയ സ്ലാബ് അനുസരിച്ചിട്ടാണെങ്കിൽ അത് ഓൾറെഡി 62,400 ആയിട്ട് റെഡ്യൂസ്ഡ് ആയി. ഇനി ഈ എൻറ്റയർ എമൗണ്ട് കംപ്ലീറ്റ്ലി റിബേറ്റബിൾ ആണ്, നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. പക്ഷേ ഇതിനകത്തൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എമൗണ്ട് ഞാൻ 76,000 രൂപയാക്കുമെന്ന് വെച്ചു. ഓക്കെ, ഇതേ സ്ഥാനത്ത് ഞാൻ 76,000 രൂപ എന്ന് പറഞ്ഞാക്കുക. അപ്പം വരുന്ന ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 83,408, ഇവിടെ 62,556. ഇത് കാണുമ്പോൾ എല്ലാവരും ചോദിക്കുക അപ്പം ബാക്കിയുള്ള എമൗണ്ട് റിബേറ്റ് ആയിട്ട് ബാക്കി 10-50 രൂപയല്ലേ വരത്തുള്ളൂ. അങ്ങനെയല്ല. നിങ്ങളുടെ സാലറി, നിങ്ങളുടെ TDS കട്ട് ചെയ്ത് നിങ്ങളുടെ ആനുവൽ ഇൻകം 12,70,75,000 വിത്ത് ഡിഡക്ഷൻ ഓഫ് 75,000 ഇൻക്ലൂഡ് ചെയ്ത് 12 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് റിബേറ്റ് ഉള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 രൂപ കൂടിയാണ് സ്പെസിഫിക്കലി ചിന്തിച്ചോളൂ. 1 രൂപ കഴിഞ്ഞാൽ ഈ പറയുന്ന ടാക്സേഷൻ, അതായത് 62,556 റുപ്പീസ് നിങ്ങൾ അടച്ചേ പറ്റൂ. ഇതാണ് നിങ്ങളുടെ പുതിയ സ്ലാബ്. അപ്പം ഇതുകൊണ്ടാണ് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ 12 ലക്ഷം വരെ ഉള്ളത് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഈ 4 ലക്ഷം രൂപ അല്ലെങ്കിൽ 4 തൊട്ട് 8 ലക്ഷം രൂപ ഇങ്ങനെ സ്ലാബ് ചെയ്തേക്കുന്നതിനാണ്. കാരണം എല്ലാവരുടെയും TDS ടാക്സേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ്. പക്ഷേ എങ്കിൽ 12 ലക്ഷം രൂപ എന്ന ഒരു നമ്പർ വരെയുള്ളതിന് നിങ്ങളുടെ റിബേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് തിരിച്ചു കിട്ടും. ഇതാണ് ചേഞ്ച്. ഇനി ഇമ്പോർട്ടൻ്റ്ലി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പോലത്തെ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നമുക്ക് ഡിഡക്ഷൻസ് കണ്ടുവരാനുണ്ടായിരുന്നു. പണ്ട് തൊട്ടേ നമ്മൾ ടാക്സ് ഒക്കെ കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ATC ELSS ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. ഇപ്പോൾ എന്നെ പോലെ നിങ്ങൾക്കൊരു ഡോക്ടർ ആണെന്നുള്ളതെങ്കിൽ SSY സുകന്യ സമൃദ്ധി യോജന ചെയ്യുന്നവർക്ക് ATC അവൈൽ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ പിന്നെ HRA ക്ലെയിം, അതേപോലെ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ്, മെഡിക്കൽ ഇൻഷുറൻസ്, അങ്ങനത്തെ ATD ATCക്കകത്ത് വരുന്നു. ഇങ്ങനെ കുറേയധികം ഡിഡക്ഷൻസ് നമുക്ക് ഓൾറെഡി നമ്മൾ അവൈൽ ചെയ്യുന്നവരാണ്. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ നമ്മൾ ഇനി ശ്രദ്ധിക്കാൻ പറ്റും. നെക്സ്റ്റ് ഇയർ ഓൺവേഴ്സ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ തന്നെ ഒരു കമ്പാരിസൺ നടത്തണം. ഓൾഡ് റെജീമിൽ നമ്മൾ ഇപ്പം അവൈൽ ചെയ്യുന്ന ഈ ഡിഡക്ഷൻസ് എല്ലാം മാക്സ് ഔട്ട് ചെയ്താൽ പോലും പുതിയ റെജീമായിട്ട് നമ്മുടെ സാലറി സ്കെയിൽ വെച്ചിട്ട് പുതിയ റെജീമുമായിട്ട് കമ്പാരിറ്റീവ്ലി എന്തോരം ഡിഫറൻസ് വരുന്നുണ്ട്. ഒരു ബ്രേക്ക് ഈവൻ കാൽക്കുലേറ്റർ വെച്ചിട്ട് പറഞ്ഞിരിക്കുന്നത് 12 ലക്ഷം രൂപ ഇൻകം ഉള്ള ആൾക്ക് ഇപ്പോൾ പ്രപ്പോസ് ചെയ്തിരിക്കുന്നതും നേരത്തെ പഴയ ഓൾഡ് റെജീമുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ 7 ലക്ഷം രൂപ, അതായത് 7 lakh റുപ്പീസ് വേണം ബ്രേക്ക് ഈവൻ ആക്കാനായിട്ട്. അതായത് രണ്ടും ഒരേപോലത്തെ ഒരു സമാസമം കൊണ്ടുവരണമെങ്കിൽ 7 ലക്ഷം രൂപയുടെ ഡിഡക്ഷൻസ് വേണം, എക്സെപ്ഷൻസും ഡിഡക്ഷൻസും. ഇനി 15 ലക്ഷം ഉള്ളവരാണെങ്കിൽ 5,93,700, 5,94,000 രൂപ, 5,94,000 എങ്കിലും വേണം. ഇതിനകത്ത് രസകരമായ ഇനി മേളിലോട്ട് പോകുന്നതോറും ഈ എമൗണ്ട് കൂടി വന്നുകൊണ്ടിരിക്കുക. 8 ലക്ഷം 8.5 ലക്ഷം അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഏറ്റവും രസകരമായ 15 ലക്ഷം രൂപ കാറ്റഗറിയിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി 12 lakh ഉള്ളവരെ കാട്ടിലും 20 lakh ഉള്ളവരെ കാട്ടിലും കുറവാണ് ഡിഡക്ഷൻസും എക്സെപ്ഷൻസും തമ്മിൽ ഗ്യാപ്പിങ്. ഇതിൻ്റെ കാരണം ആക്ച്വലി പറഞ്ഞാൽ ഇപ്പം ചെയ്തിരിക്കുന്ന ടാക്സ് സ്ലാബ്സിൻ്റെ പെർസെൻറ്റേജ് കണക്കിനകത്ത് വന്ന ഡിഫറൻസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു പുതിയ, അതായത് കഴിഞ്ഞ വർഷത്തെ ടാക്സ് സ്ലാബ്സും ഈ വർഷത്തെ ന്യൂ റെജീം ടാക്സ് സ്ലാബും തമ്മിൽ ഒരു കമ്പാരിസൺ നമ്മൾ പറഞ്ഞു 12,75,000 രൂപ വരെ ഉള്ള സാലറിയുടെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 83,200 രൂപയാണ്. ഇനി 15 ലക്ഷം രൂപ വരെ ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ
പഴയതും പുതിയതും തമ്മിൽ കമ്പാരിസൺ വരുമ്പോഴത്തേക്ക് ഏകദേശം 32,500 രൂപ സേവ് ചെയ്യാം. 20 ലക്ഷം രൂപ കാറ്റഗറി വരുന്ന ആളുകളെ സംബന്ധിച്ചോളം 85,800 രൂപയോളം സേവ് ചെയ്യും. ഇനി 24 ലക്ഷത്തിന് മുകളിലോട്ടുള്ള 30% കാറ്റഗറി വരുന്നവർക്കാണെങ്കിൽ പോലും ഏകദേശം 1,14,400 രൂപയുടെ ഒരു സേവിങ് കപ്പാസിറ്റി വരും. അപ്പം ബേസിക്കലി ഈ ബഡ്ജറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും എമൗണ്ട് നമ്മുടെ കയ്യിലോട്ട് തരികയാണ്. അപ്പം ആസ് എ നോർമൽ പേഴ്സൺ, ലൈക്ക് ഏതൊരു മിഡിൽ ക്ലാസ് ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കയ്യിൽ തരുന്ന ഇത്രയും എമൗണ്ട് ഉണ്ടെങ്കിൽ വി ഹാവ് എ ടെൻഡൻസി ടു സ്പെൻഡ് മോർ. വി ഹാവ് ദ ലക്ഷറി. പുതിയതായിട്ട് ഒരു വണ്ടി വാങ്ങിക്കാം, ഒരു വീടിൻ്റെ ലോണുകൾ പെട്ടെന്ന് അടച്ചു തീർക്കാം, അല്ലെങ്കിൽ പുതിയ ഒരു ട്രിപ്പ് പോകാൻ പറ്റും, ഫാമിലിയുമായിട്ട് ഒരു വെക്കേഷൻ, അങ്ങനെ പല പല കാര്യങ്ങൾ സ്പെൻഡ് ചെയ്യാൻ നമ്മൾ തുടങ്ങും. ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. കാരണം വണ്ടി വാങ്ങുമ്പോൾ നമ്മൾ കൊടുക്കുന്നതിൻ്റെ അകത്ത് അഡീഷണൽ വരുന്ന ലക്ഷ്യം ടാക്സേഷൻസ് ഉണ്ട്. വെക്കേഷൻ പോകണമെങ്കിൽ അതിനകത്തുള്ള ടൂറിൻ്റെ TCSs ഉണ്ട്, ടൂർ പാക്കേജ് കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ. ഇനി നമ്മൾ ഈ പറഞ്ഞ പോലെ ലോൺ നേരത്തെ അടയ്ക്കുകയാണെങ്കിൽ ബാങ്കിങ് സെക്ടറിനെ അത് നല്ലപോലെ അഫക്റ്റ് ചെയ്യും, നല്ലപോലെ ഒരു ബൂം ചെയ്യും. ഇനി ചിലരൊക്കെ വിചാരിക്കുക എന്നാൽ പിന്നെ മ്യൂച്വൽ ഫണ്ട്, സ്റ്റോക്സ് അല്ലെങ്കിൽ ഗോൾഡ് പർച്ചേസ് അങ്ങനെ ചെയ്യാമെന്ന്. അപ്പം ഇതൊരു ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്സ് അല്ലെങ്കിൽ ഇക്വിറ്റി എന്ന് പറയുന്നതിനകത്ത് നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്, വിച്ച് ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ സ്ലാബ്. അത് കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് ആണ്. അതിന് 12.5%, അതുപോലെ ലോങ് ടേമിനും അതുപോലെ 20% ഷോർട്ട് ടേമിനും ഉള്ള ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ഉണ്ട്. അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നേരെ മറിച്ച് നിങ്ങളുടെ ഡെറ്റ്, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്, US സ്റ്റോക്സ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇതെല്ലാം നിങ്ങളുടെ നിലവിലത്തെ ടാക്സ് സ്ലാബിനകത്ത്, അതർ സോഴ്സ് ഓഫ് ഇൻകംസിനകത്ത് വരുന്ന സംഭവമാണ്. അപ്പം അതും കൂടിയാണ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ടാക്സേഷൻ ചിന്തിക്കേണ്ടത്. ഈ പുതിയ റെജീം കൊണ്ടുവന്നതിനകത്ത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ആക്ച്വലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ലക്ഷം, അതായത് മാസ വരുമാനം 1 ലക്ഷത്തിന് താഴെയുള്ളവരെ സംബന്ധിച്ചിടത്തോളമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ടാക്സ് ഈസ് എ ബേർഡൻ അല്ല എന്നൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെറ്റ്സ് കൺസിഡർ ഒരു 60,000-70,000 രൂപ മാസ വരുമാനമുള്ള ഒരാളാണെങ്കിൽ അവർക്ക് മറ്റ് പല ബാധ്യതകളുണ്ടാവും. അപ്പോൾ അതിനകത്ത് നിന്നെല്ലാം കഴിച്ചിട്ട് ഈ പറയുന്ന ഡിഡക്ഷൻസ് കൂടെ അഡീഷണൽ അവൈൽ ചെയ്യണമെന്ന് പറയുമ്പോൾ അത് ദാറ്റ് ഈസ് ഗോയിങ് ഔട്ട് ഓഫ് ദിയർ പോക്കറ്റ്. അവരുടെ കയ്യിൽ നിന്ന് പോകുന്ന പൈസ, അപ്പം അത്രയും കൂടെ പൈസ അവരുടെ കയ്യിലോട്ട് കൊടുക്കുകയാണെങ്കിൽ ദേ ഹാവ് മോർ ഓപ്ഷൻ ടു സ്പെൻഡ് മോർ. അതാണ് അവർക്കുള്ള ഗുണം. നേരെ മറിച്ച് ബെറ്റർ ആയിട്ട് ടാക്സ് പ്ലാൻ ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഹൈ ഇൻകം ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളമോ ഈ പറഞ്ഞ റെജീം ആക്ച്വലി ഒരു നല്ലതെന്നോ ചീത്തയെന്നോ പറയാൻ പറ്റില്ല, ഡിപ്പെൻഡിങ് ഓൺ ഹൗ യു ടേക്ക് ഇറ്റ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചോളം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഡിഡക്ഷൻസ് ഞാൻ കണ്ടമാനം അവൈൽ ചെയ്യുന്നതാണ്. അപ്പം ഇതുവരെ ഞാൻ ഓൾഡ് റെജീം ആയിരുന്നു ഓപ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നേരെ മറിച്ച് ഇനി വരുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഹാവ് ടു ഡു എ ലോട്ട് ഓഫ് കമ്പാരിസൺ. 7 ലക്ഷത്തിന് മുകളിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ വലിയൊരു എമൗണ്ടാണ്. അപ്പോൾ അത്രയത്തിൻ്റെ ഗ്യാപ്പ് എനിക്കിവിടെ ഡിഡക്ഷൻസിൽ വഴി കാണിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഞാൻ ഓൾഡ് റെജീം തന്നെ ചൂസ് ചെയ്യത്തുള്ളൂ. ഇല്ല എന്നുണ്ടെങ്കിൽ ന്യൂ റെജീമിലേക്ക് മാറേണ്ടി വരും. ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ ബഡ്ജറ്റും കൂടെ വന്നപ്പോൾ ബേസിക്കലി 1 lakh per month എന്ന കാര്യം ഒരു നോർമലൈസ് ചെയ്ത ഒരു ഘട്ടത്തിലൂടെ നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ വരുമാനം നിങ്ങളുടേത് 1 ലക്ഷം രൂപയെങ്കിലും ഇപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് എത്രയും ഫാസ്റ്റസ്റ്റ് പോസിബിൾ ടൈം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു സാലറി സ്കെയിലേക്ക് എത്താൻ പറ്റണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇൻഫ്ലേഷൻ വിൽ കിൽ യു. നമ്മുടെ നാട്ടിലെ ഇൻഫ്ലേഷൻ ഇസ് ഗോയിങ് റിയലി ഹൈ. അപ്പം വളരെ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയ രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുള്ളൂ. അപ്പം റേറ്റ് കൂടി പോയിട്ടുണ്ടെങ്കിൽ അത് ചെറിയ രീതിയിൽ കുറയാൻ സാധ്യതയുള്ളൂ. അപ്പം അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഇൻകം എന്ന് പറയുന്നത് പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. അപ്പം കീപ് ദാറ്റ് ഇൻ മൈൻഡ്. ഇനി ഈ ബഡ്ജറ്റിനകത്ത് ശ്രദ്ധിച്ചിരിക്കേണ്ടതെന്ന് പറയുന്നത് 2-3 കാര്യം. ഒന്ന്, സേവ് ചെയ്യാൻ, നിങ്ങൾക്ക് കൂടുതലായിട്ട് സേവ് ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോക്സിനകത്ത് പർച്ചേസ് ചെയ്യാൻ അങ്ങനെയൊക്കെ ഓപ്ഷൻ തരുന്ന 2-3 കാര്യങ്ങളുണ്ട്. അതേപോലെ ചെറിയ കുറച്ച് ബെനിഫിറ്റ്സ് ഉണ്ട്. ആദ്യത്തെ തന്നെ പറയാം, സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ളവർക്ക് നേരത്തെ 50,000 രൂപ വരെ ആയിരുന്നു ഇൻട്രസ്റ്റ് ഇനത്തിലുള്ള എക്സെപ്ഷൻസ് ഉണ്ടായിരുന്നത്. അത് 1 ലക്ഷം രൂപ വരെ ആക്കിയിട്ടുണ്ട്. ഇനി റെൻ്റലായിട്ട് ഉള്ള ആളുകൾ പ്രോപ്പർട്ടി റെൻറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നേരത്തെ 2.4 lakh വരെ ആയിരുന്നു. അതിപ്പം എനിക്കൊന്ന് 6 lakhs, അതെ 6 lakhs എന്ന ഒരു കടത്തിലേക്ക്, അതായത് 6 ലക്ഷം രൂപ വരെ നിങ്ങളുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് റെൻ്റൽ എമൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് ടാക്സ് ഫ്രീ ആണ്. ക്ലെയിം ചെയ്യണം, പക്ഷേ ടാക്സ് ഫ്രീ ആണ്. അതുപോലെ TCS, അതായത് നിങ്ങളിപ്പോൾ ടൂർ പാക്കേജ് ഒക്കെ എടുത്ത് ട്രിപ്പ് പോകുന്ന ആളുകളായിരുന്നെങ്കിൽ നിലവിലത്തെ TCS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 ലക്ഷം രൂപ മുകളിലോട്ടാണെങ്കിൽ 20% ടാക്സേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ 5% ആയിരുന്നു. അപ്പം അത് അപ്ഡേറ്റ് ചെയ്തിട്ട് 10 lakh വരെ ആക്കിയിട്ടുണ്ട്. 10 ലക്ഷത്തിന് മുകളിലുള്ള എക്സ്പെൻസസ് ആണെങ്കിൽ മാത്രമേ ആ ടൂറിൻ്റെ കേസിൽ നിങ്ങൾക്ക് 20% TCS ചെയ്യേണ്ടി വരത്തുള്ളൂ, അല്ലെങ്കിൽ 5% തന്നെയാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ. ഒരു സ്പെഷ്യൽ ടിപ്പ് ഞാൻ പറഞ്ഞുതരാം. അതായത് ടൂർ പാക്കേജ് എന്ന് ഞാൻ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾ ഒരു ഏജൻസി ത്രൂ ഒരു ടൂർ പാക്കേജ്, ഒരു കമ്പൈൻഡ് പാക്കേജ്, ഫ്ലൈറ്റ്, ഹോട്ടൽ ബുക്കിംഗ്സ്, ഫുഡ് കാര്യങ്ങൾ എല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് എടുക്കുമ്പോഴാണ് ആക്ച്വലി TCS എന്ന് പറയുന്ന ടാക്സേഷൻ വരുന്നത്. ഇതിൻ്റെ സ്ഥാനം നിങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങൾ തന്നെ പ്ലാൻ ചെയ്യുന്നത് വെച്ചോ, നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് സെപ്പറേറ്റും ഹോട്ടൽസ് സെപ്പറേറ്റും ഈ പറയുന്ന പോലെ ഏതെങ്കിലും ഒരു സൈറ്റ് സീൻ കാര്യങ്ങളോ അങ്ങനത്തെ കാര്യത്തിൽ ടിക്കറ്റ്സ് സെപ്പറേറ്റുമായിട്ട് എടുക്കുകയാണെങ്കിൽ TCS ഇല്ല. ഇത് വെരി ഇമ്പോർട്ടൻറ്റ് നോട്ട് ചെയ്യാം. നിങ്ങൾക്ക്
ട്രിപ്പ് പോകുമ്പോൾ പൈസ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണിത്. അതേപോലെ തന്നെ പുറത്തൊക്കെ പഠിക്കാൻ പോയിട്ടുള്ളവർക്ക് എഡ്യൂക്കേഷൻ ലോൺ എടുത്തവരുണ്ടാവും. അപ്പോൾ അത് ഈ പുറത്തോട്ട് പോകേണ്ട എമൗണ്ട്, എഡ്യൂക്കേഷൻ ലോൺ ഭാഗമായിട്ട് പുറത്തോട്ട് പോകുന്ന എമൗണ്ടിൻ്റെ മണ്ടയ്ക്ക് ഒരു 0.5% ടാക്സേഷൻ ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ വേവ് ഓഫ് ചെയ്തിട്ടുണ്ട്, ബേസിക്കലി എഡ്യൂക്കേഷൻ പർപ്പസ് എന്ന രീതി കാണിച്ചുകൊണ്ട്. ഇനി ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് സംബന്ധിച്ചിടത്തോളം സ്റ്റോക്സ് അല്ലെങ്കിൽ ഏതൊക്കെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഏതൊക്കെ സെക്ടേഴ്സ് ആണ് ബൂം ചെയ്യുന്നതെന്നുള്ളതിനെ ഒരു ചെറിയ ബ്രീഫ് ഞാൻ പറയാം. എൻ്റെ അറിവ് വെച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ള ആളുകളുടെ 1-2 വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞ എൻ്റയർ തിങ്ങിനകത്ത് എനിക്ക് റെലവൻസ് തോന്നിയിട്ടുള്ള എല്ലാത്തിൻ്റെയും മറ്റ് വീഡിയോസിന് താഴെ മെൻഷൻ ചെയ്തേക്കാം. പല ചാനൽസിൻ്റെയാണ്. ഒന്നാമത്തെ സെക്ടർ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വുഡ് ബി FMCG സെക്ടർ. ബേസിക്കലി ദ ബഡ്ജറ്റ് തന്നെ ചെയ്തിരിക്കുന്നത് ആളുകളുടെ കയ്യിലോട്ട് കൂടുതൽ പൈസ കൊടുക്കുന്നതിൻ്റെ റീസൺ എക്സ്പെൻസ് കൂട്ടാൻ വേണ്ടി, അതായത് നമ്മുടെ കൺസെപ്ഷൻ കൂട്ടുക, അതുവഴി നമ്മുടെ GDP വളർത്തുക എന്ന ഒരു ഐഡിയ ആണ് അവർ ചെയ്തേക്കുന്നത്. കൺസെപ്ഷൻ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള സാധനങ്ങളുടെ എണ്ണം കൂടുക എന്നുള്ളത്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് FMCG സെക്ടറിനെ ആയിരിക്കും. അതിൻ്റെ അകത്ത് പല കാറ്റഗറീസ് ഉണ്ട്. നമുക്ക് ചിന്തിക്കുക, നമുക്ക് ഡേ ടു ഡേയിൽ ആവശ്യമുള്ള സാധനങ്ങളിൽ എന്തൊക്കെയായിരിക്കും നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ സാധ്യത അന്ന് ചിന്തിച്ചാൽ മതി. അതാണ് നമ്മുടെ ഓപ്ഷൻസ്. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ്, അതായത് ഡേ ടു ഡേ നീഡ് കഴിഞ്ഞാൽ സെക്കൻഡറി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും കേസിൽ വീട് അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ. വീട് ഇസ് തേർഡ്. ഇപ്പം നേരത്തെ ആളുകളുടെ ഒരു ട്രെൻഡ് നോക്കിയാൽ വീട് എന്നത്, സ്വന്തം വീട് എന്നത് ഒരു തേർഡ് പ്രയോറിറ്റിയിലേക്ക് വരുന്നത്. കാരണം കൂടുതൽ പേര് റെൻറ്റ് ചെയ്യാൻ മോർ ഇൻക്ലൈൻ ടു റെൻറ്റ് ആണ് രീതിയിലാണ്. പക്ഷേ സെക്കൻഡ് കാറ്റഗറി വരുന്നതാണ് സ്വന്തമായിട്ട് ഒരു വെഹിക്കിൾ. എനിക്കൊരു സ്വന്തമായിട്ട് ഒരു കാർ വേണം. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ അഡീഷണൽ എമൗണ്ട് വരുന്നു എങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് എന്തുവാ, ലോൺ ഇട്ട് കാർ എടുക്കുക. അപ്പോൾ അത് ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീനെ ഒരു പുഷ് കൊടുക്കുക. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അത് പല ഭാഗങ്ങളുണ്ട്. അപ്പോൾ കാർ മാനുഫാക്ചറിങ് കമ്പനികളുണ്ട്, കാറിൻ്റെ പാർട്സ് മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. ഇനി EV ആണെങ്കിൽ അതിൻ്റെ ബാറ്ററി മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്. പിന്നെ ഇതുപോലെ ഇൻഷുറൻസ്, കാർ ഇൻഷുറൻസ്. ഇപ്പോൾ ബജാജ് ഫിന്ന് വളരെ വലിയൊരു ഒരു ബൂം ഇതിനകത്ത് വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കും കൂടിയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണലി ഉള്ള ഓർഗനൈസേഷൻസിന് ഇത് നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് നമ്മുടെ ഇവിടെ 100% വരെ ഇക്വിറ്റി ഹാൻഡിൽ ചെയ്യാൻ, പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ബജാജ് ഫിന്നിന് വളരെ നല്ലൊരു ഭൂമി പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയം അപ്പം അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതായത് ഒരു സെക്ടർ, ഓട്ടോമൊബൈൽ സെക്ടർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പല കമ്പോണൻസ് ഉണ്ട്. ഇതിനെ എല്ലാത്തിലും ഒരുമിച്ചാണ് ഇത് ബാധിക്കുന്നത്. പിന്നെയുള്ളതെന്ന് ഗ്രീൻ എനർജി. നമുക്ക് കാണാൻ അതിൻ്റെ അത് ബഡ്ജറ്റ് കുറേയധികവും ഈ പറയുന്ന പോലെ എല്ലാവരും പറഞ്ഞാൽ ശരി, ഇപ്പം ബീഹാറിന് കൂടുതലായി കിട്ടി എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ആസ് എൻ ഇൻവെസ്റ്റർ എന്ന രീതിയിൽ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗ്രീൻ എനർജി എന്ന് പറയുന്ന സാധനത്തിനകത്തും ഈ പറഞ്ഞ FMCGക്കകത്തായാലും ഫുഡ് സെക്ടറിൻ്റെ അകത്തായാലും ഒരു നല്ലൊരു പുഷ് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിനെല്ലാത്തിനും ഒരു ബൂം വരാൻ സാധ്യതയുണ്ട്. അതുപോലെ വിട്ടുപോയ ഒരു സാധനമാണ് ഇൻഫ്രാ സെക്ടറിനകത്ത് സംബന്ധിച്ചാൽ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് അവർ കൂടുതൽ ഊന്നു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഇൻഫ്രാ സെക്ടറിനകത്തോട്ട് ഒരു വളർച്ച വരാൻ സാധ്യതയുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും ഫസ്റ്റിൽ തന്നെ FMCG സെക്ടർ ആയിരിക്കും. അത് കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഓർ ഇൻഫ്ര, അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാ കാറ്റഗറീസും വരുന്നത്. അത് കുറേ ഉണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പലരും എൻ്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അവരൊക്കെ അനാലിസിസ് ചെയ്തിട്ടുള്ളവരുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ താഴെയിട്ടേക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിമ്പിൾ ഫോം ഓഫ് ബ്രേക്ക് ഡൗൺ ഓഫ് ദ ന്യൂ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തോരം ഈ ബഡ്ജറ്റ്, ഇൻകം ടാക്സ് എന്ന ഭാഗം എന്തോരം നമ്മളുടെ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും, അതേപോലെ ഈ ഇൻവെസ്റ്റർ എന്ന ഭാഗത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണ്, ഇത്രയും മാത്രമേ കവർ ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ടു യു. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻഷൻ ചെയ്യുക. എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ അത് എൻ്റെ റിപ്ലൈ തരികയും, അല്ല എനിക്കറിയത്തില്ലെങ്കിൽ അതിനെ മാക്സിമം ഞാൻ നോക്കിയിട്ടെങ്കിലും റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യണം, ഞാൻ ഒരു സാധാരണ ഇൻവെസ്റ്ററിനെ പോലെ ഞാനൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു ഇൻഫ്ലുവൻസോ കാര്യങ്ങളൊന്നും തരുന്നതല്ല. ഇതൊക്കെ ജസ്റ്റ് ഒരു അനാലിസിസ് പോലെ ആളുകൾ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എടുത്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും നല്ലതല്ലാത്ത ഏതാണെന്ന് ചോദിച്ച് ആരും വരരുത്, എനിക്കറിയത്തില്ല. അതൊക്കെ നിങ്ങളുടെ ഒരു യുക്തി പോലെ കണ്ടറിഞ്ഞ് ചെയ്യുക, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ബെറ്ററായിട്ട് ഇതിന് തന്നെ ഫോക്കസ് ചെയ്ത ആൾക്കാരുണ്ട്, അവരെയൊക്കെ ഫോളോ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ബെറ്റർ ഐഡിയ കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, ഇത് ഇൻഫർമേറ്റീവ് വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് തോന്നി എന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം കമൻറ്റിൽ ഇടുക. നമുക്ക് അതൊരു വലിയ പ്രോത്സാഹനമാണ്. അപ്പം കൂടുതൽ പേര് കമൻറ്റ് ചെയ്യുമ്പോൾ നമുക്കും ഒരു റീച്ച് കൂടും, നമുക്കും ഒരു ഇൻട്രാക്ഷൻസ് കൂടും, അങ്ങനെ ഒരു ഗുണമുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ശരി, ബൈ.